ശ്രീ സന്ദീപ് വാര്യർ, കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ഒരു വെല്ലുവിളിയാകാൻ പോകുന്നത് PV അൻവറിന്റെ സാന്നിധ്യമായിരിക്കാം. കാരണം അൻവർ ഈ തെരഞ്ഞെടുപ്പിന്റെ ഗോതയിലേക്ക് സ്ഥാനാർത്ഥിയായി ഇറങ്ങുന്നതിന് തൊട്ടു മുൻപേ തന്നെ വീണ്ടും ഒരിക്കൽ കൂടി UDFന്റെ സ്ഥാനാർത്ഥിക്കെതിരെ ശക്തമായ നിലപാടെടുത്തു. മാത്രമല്ല VV പ്രകാശിന്റെ വീട്ടിൽ ചെന്ന് ആ കുടുംബത്തോട് വോട്ട് ചോദിച്ചുകൊണ്ടാണ് പ്രചാരണ രംഗത്തേക്ക് അൻവർ കാലെടുത്ത് വെച്ചിരിക്കുന്നത്. PV പ്രകാശിനോട് കോൺഗ്രസ് കാണിച്ച അല്ലെങ്കിൽ അവിടുത്തെ ചിലർ കാണിച്ചിട്ടുള്ള വിവേചനം സംബന്ധിച്ച കാര്യങ്ങൾ അൻവർ എന്ന് പറയുകയുണ്ടായി. മാത്രമല്ല ഈ അൻവറിന്റെ സാന്നിധ്യം കോൺഗ്രസിന്റെ അടിത്തട്ട് ഇളക്കുക അല്ലെങ്കിൽ കോൺഗ്രസ് UDF സ്ഥാനാർത്ഥിയുടെ ജയത്തെ ഇല്ലാതാക്കുക എന്നതുകൂടി അൻവറിന്റെ ഒരു ലക്ഷ്യമായി മാറിയിരിക്കുകയാണ്. ഇതൊരു വലിയ വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു പ്രതിബന്ധം ഉണ്ടാക്കുന്നുണ്ട് ആ മണ്ഡലത്തിൽ എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? എങ്ങനെയാണ് അൻവറിന്റെ ഇന്നത്തെ പ്രതികരണങ്ങളെ താങ്കൾ കാണുന്നത്? അല്ല, നിങ്ങൾ ചില മാധ്യമങ്ങൾക്ക് ഈ അൻവർ UDFന് വെല്ലുവിളിയാണ് എന്നൊരു നറേറ്റീവ് സൃഷ്ടിക്കാൻ താല്പര്യം ഉണ്ടാവും. യാഥാർത്ഥ്യം എന്താണെന്ന് ഇവിടെ നിലമ്പൂരിലെ ജനങ്ങൾക്കറിയാം. അൻവർ ഏത് ക്യാമ്പിൽ നിന്നാണ് പുറത്തോട്ട് പോയത്? അൻവർ കഴിഞ്ഞ തവണ LDFന്റെ MLA ആയിരുന്നില്ല. 2 ടേം ഈ നിലമ്പൂർ മണ്ഡലത്തിലെ LDFന്റെ MLA ആയിരുന്നില്ല അൻവർ ഇപ്പൊ വാസ്തവത്തിൽ LDFന്റെ റിബലല്ലേ, LDF വിമതനല്ലേ, LDF മുന്നണിയല്ലേ പളർന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നഷ്ടപ്പെടാനുള്ള വോട്ടുകളൊക്കെ ഏത് ഭാഗത്തു നിന്നാണ്? അത് LDFൽ നിന്നാണ് നഷ്ടപ്പെടാനുള്ള വോട്ടുകൾ. അല്ലാതെ UDFന് എന്ത് ദോഷമാണ് അൻവറിന്റെ സ്ഥാനത്ത് കൊണ്ടുണ്ടാവാൻ പോകുന്നത്? UDFനെ സംബന്ധിച്ചോളം ഈ പോരാട്ടം എന്ന് പറയുന്നത് പിണറായി വിജയൻ സർക്കാരിന്റെ 9 വർഷത്തെ ഭരണപരാജയത്തെ നിലമ്പൂരിന്റെ മണ്ണിൽ വിചാരണ ചെയ്യാനുള്ള അവസരമാണ്. ഞങ്ങൾ ഈ പോരാട്ടം നേരിട്ട് LDFുമായിട്ട് നടത്തുകയാണ്. LDF UDF പോരാട്ടമാണ് നിലമ്പൂരിൽ നടക്കുന്നത്. അതിനപ്പുറം നിങ്ങൾ പറയുന്ന ചതുഷ്കോണമോ ത്രികോണമോ ഒന്നും നിലമ്പൂരിലില്ല. നിലമ്പൂരിലുള്ളത് വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള LDF UDF പോരാട്ടമാണ്. അതിലപ്പുറം മറ്റൊരു പോരാട്ടം ഇവിടെ നടക്കുന്നില്ല. നിങ്ങൾക്ക് അത്തരം താല്പര്യങ്ങൾ ഉണ്ടാവാം, അജണ്ട ഉണ്ടാകാം. കാരണം എങ്ങനെയെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഊർജ്ജശ്വാസം വലിക്കുന്ന പിണറായി വിജയൻ സർക്കാരിനെ നിലനിർത്തണം, അല്ലെങ്കിൽ LDFന്റെ ജനപിന്തുണ കുറയാതെ നോക്കണം എന്നൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാകാം. അത് നിങ്ങളുടെ അജണ്ടയാകാം, അതിനുവേണ്ടിയുള്ള ചോദ്യങ്ങളാകാം നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. അതിലപ്പുറം അൻവറിന്റെ സാന്നിധ്യം, അൻവർ UDFന്റെ വോട്ട് കുറയ്ക്കുമെന്ന കണ്ടെത്തൽ നിങ്ങൾ ഈ മാധ്യമ സ്ഥാപനങ്ങളിൽ ഇരിക്കുന്ന വിചാരകന്മാർ എങ്ങനെയാണ് കണ്ടെത്തിയതെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് അത് സംബന്ധിച്ച് എന്ത് ഡേറ്റയാണ് നിങ്ങളുടെ കൈവശമുള്ളത്? അത് സംബന്ധിച്ച് എന്ത് തരത്തിലുള്ള മുൻ അനുഭവങ്ങളാണ് നിങ്ങളുടെ കൈവശമുള്ളത്? അപ്പൊ സ്വാഭാവികല്ലേ LDFന്റെ വോട്ടിലേക്കല്ലേ അൻവർ കടന്നു കയറാൻ പോകുന്നത്? UDFന്റെ ഏത് വോട്ടിലേക്കാണ് അൻവർ കടന്നു കയറാൻ പോകുന്നത്? LDFന്റെ റിബലാണ് അൻവർ. LDFൽ നിന്ന് പുലർന്നതാണ് അൻവർ. LDF എന്ന മുന്നണി പുലർന്ന് 2 മുന്നണി സ്ഥാനാർത്ഥികളാണ് ഇവിടെ മത്സരിക്കുന്നത്. UDFും LDFും തമ്മിലാണ് നേരിട്ടുള്ള പോരാട്ടം. മറ്റൊരു പോരാട്ടത്തിനും ഇവിടെ പ്രസക്തിയില്ല. ബാക്കിയുള്ള ചർച്ചകൾക്കും ഇനി പ്രസക്തിയില്ല. പിണറായി വിജയൻ സർക്കാരിന്റെ 9 വർഷക്കാലത്തെ ഭരണപരാജയം ഞങ്ങൾ ഈ നിലമ്പൂരിന്റെ തെരുവിൽ വിചാരണ ചെയ്യും. ഇവിടെ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ 6 മാസം വൈകുന്നതും, അതുപോലെ തന്നെ ഇവിടുത്തെ KSRTC ഉൾപ്പെടെയുള്ള പൊതുഗതാഗത സംവിധാനങ്ങളുടെ തകർച്ച, മലയോര മേഖലയിലെ വന്യമൃഗശല്യം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുന്നത് അടക്കം കേരളത്തിലെ വിവിധ മേഖലകളിലെ ജനങ്ങൾ അനുഭവിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ, സർക്കാർ ഉദ്യോഗസ്ഥർ 18% DA കുടിശ്ശിക കിട്ടാത്ത സർക്കാർ ഉദ്യോഗസ്ഥരുടെ പ്രശ്നങ്ങൾ, ഇതെല്ലാം നിലമ്പൂരിന്റെ മണ്ണിൽ ഞങ്ങൾ ചർച്ച ചെയ്യും. അങ്ങനെ ചർച്ച ചെയ്യുന്ന സമയത്ത് 100 രൂപ അധികം ചോദിച്ചിട്ട് പോലും അത് കൊടുക്കാതെ 500 കോടി മുടക്കി ആശാ വർക്കർമാരെ പോലും അവഹേളിക്കുന്ന പിണറായി വിജയൻ സർക്കാരിനെതിരെ ഇവിടെ 500 കോടി മുടക്കി സർക്കാരിന്റെ വാർഷികം കൊണ്ടാടുന്ന പിണറായി വിജയൻ സർക്കാരിനെതിരെയുള്ള ഒരു വലിയ വികാരമുണ്ട്. ആശാ വർക്കർമാരിൽ വലിയൊരു പങ്കും ഇടതുപക്ഷ അനുഭാവികളാണ്. അത്തരം ആളുകളുടെ മുഴുവൻ വോട്ടും UDFന് കിട്ടാൻ പോവുകയാണ്. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് സർക്കാർ വിരുദ്ധ വികാരം എന്ന നറേറ്റീവിൽ നിന്ന് ബോധപൂർവം മാറ്റാൻ വേണ്ടി അൻവർ UDFന്റെ വോട്ടെടുക്കുമെന്ന് വ്യാജ പ്രചരണം നടത്താൻ വേണ്ടി ചില മാധ്യമങ്ങൾ ഇവിടെ നേതൃത്വം കൊടുക്കുകയാണ്. അതൊന്നും നിലമ്പൂരിലേശാൻ പോകുന്നില്ല. ശ്രീ സന്ദീപ് വാര്യർ, അൻവർ UDFന്റെ വോട്ടെടുക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ച ചോദ്യങ്ങൾ എന്നത് താങ്കൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഉത്തരത്തിലെ പിഴവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞിട്ടില്ല അൻവർ UDFന്റെ വോട്ടെടുക്കുമെന്ന്. ഞാൻ താങ്കളോട് ചോദിച്ചത് എന്താണ്? അൻവറിനെ കറിവേപ്പില പോലെ കളഞ്ഞു എന്ന് പിണറായി വിജയന് പറയാൻ ഉള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുത്തത് മാധ്യമങ്ങളല്ല, കോൺഗ്രസും UDFുമാണ്. അൻവറിന്റെ UDF പ്രവേശനം സംബന്ധിച്ച കാര്യങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തൊടാതെ പരസ്പരം പന്ത് തട്ടിക്കളിച്ചത് മാധ്യമങ്ങളല്ല, കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളാണ്. അതിനകത്ത് KPCC അധ്യക്ഷൻ മുതൽ താഴെക്കിടയിൽ രാഹുൽ മാങ്കൂട്ടത്തലിനെ പോലെ ഒരു ജൂനിയർ MLA വരെ ഉണ്ടായി. പോയി കൂടിക്കാഴ്ച നടത്താനും സെറ്റിൽ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്താനും മാധ്യമങ്ങളല്ല. കേട്ടോ ശ്രീ സന്ദീപ് വാര്യർ? ഗോപി ചോദിച്ച ചോദ്യം ഒന്ന് റിവൈൻഡ് ചെയ്ത് കേട്ടാ മതി. അതിൽ കൃത്യമായി താങ്കൾ ചോദിച്ചത് UDFൽ നിന്ന് അൻവർ വോട്ട് പിടിക്കുമെന്ന അർത്ഥത്തിലാണ് താങ്കളുടെ ചോദ്യം. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചത് ചോറ് തന്നെയാണ്. ഞാനും കഴിച്ചത് ചോറ് തന്നെയാണ്. അല്ല, നിങ്ങൾ ഇപ്പൊ ഉദ്ദേശിച്ചില്ല. ഞാനും കഴിച്ചത് ചോറ് തന്നെയാണ്. എനിക്ക് മലയാളം അറിയുന്നത് കൊണ്ടും എനിക്ക് സാമാന്യ ബുദ്ധിയുള്ളത് കൊണ്ടും
താങ്കൾ ചോദിച്ച ചോദ്യത്തിന് അല്ല, താങ്കളുടെ ബുദ്ധി സാമാന്യമാണോ അസാമാന്യമാണോ എന്നതല്ലല്ലോ നമ്മുടെ ചർച്ച. എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ശ്രീ സന്ദീപ് വാര്യറിന്റെ ബുദ്ധിയിലെ അസാമാന്യമോ സാമാന്യമോ എന്നതല്ല താങ്കളുടെ നമ്മുടെ ചർച്ച. ഞാൻ ചോദിച്ചത് അൻവർ ഈ പറഞ്ഞ ആക്ഷേപങ്ങളെ നിങ്ങൾ അല്ലല്ല, താങ്കൾ മറുപടി പറയണം. അതിൽ ഞാൻ ചോദിച്ച ചോദ്യം, അൻവർ ഈ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളെ ആക്ഷേപങ്ങളെ നിങ്ങളുടെ മുന്നിൽ ഒരു വലിയ പ്രതിസന്ധിയായി നിങ്ങൾ കാണുന്നുണ്ടോ എന്നാണ്. അതാണ് എന്റെ ചോദ്യം. ഞാനതിന് മറുപടി പറഞ്ഞല്ലോ. ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രതിസന്ധിയേ ഇല്ല. ഈ പോരാട്ടം എന്ന് പറയുന്നത് LDF UDF പോരാട്ടമാണ്. നിലമ്പൂരിൽ അത്തരം ഒരു പോരാട്ടമേ ഉള്ളൂ. അതല്ലാതെ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് പോലെ ഒരു ചതുഷ്കോണവും ഇവിടെ നടക്കാൻ പോകുന്നില്ല. ഇവിടെ കൃത്യമായിട്ടുള്ള LDF UDF പോരാട്ടമാണ്. സർക്കാർ വിരുദ്ധ നിലപാടുകളെ ഞങ്ങൾ തെരുവിൽ ചോദ്യം ചെയ്യും, വിചാരണ ചെയ്യും. അതാണ് നിലമ്പൂരിൽ സംഭവിക്കാൻ പോകുന്ന ഒന്ന്. രണ്ട്, നിങ്ങൾ ഇവിടെ ചോദിച്ച ചോദ്യം എനിക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അവിടെ നിങ്ങൾ ഒരാൾക്ക് പ്രത്യേകമായിട്ട് ഒരു താല്പര്യം ഇതുണ്ടാക്കി കൊടുക്കാൻ, അതല്ലെങ്കിൽ ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരിക്കാം. പക്ഷെ ഞങ്ങൾ അതിനെ അവഗണിക്കാൻ തീരുമാനിച്ചുള്ളത്. ഇനി അങ്ങ് ചോദിച്ച ഒരു ചോദ്യം കൂടി, ഞങ്ങൾ ഏതെങ്കിലും തരത്തിൽ എന്താ പറയാ അൻവറിനെ ചതിച്ചോ അല്ലെങ്കിൽ അൻവറുമായി, അതൊന്നും പറയുന്നതിൽ ഒരു അർത്ഥമില്ലല്ലോ. ഞാൻ UDFന്റെ നിലപാട് കൃത്യമായി പറഞ്ഞു. UDFന്റെ സ്ഥാനാർത്ഥിയെ പരസ്യമായിട്ട് ആക്ഷേപിച്ചു കഴിഞ്ഞ ശേഷം UDF ഒക്കെ എല്ലാം ക്ഷമിച്ചുകൊണ്ട് അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയെ അവഹേളിച്ച ഒരാളെ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? അത് തിരുത്താതെ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? UDF നേതാക്കന്മാർ ആരെങ്കിലും അൻവറിനെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ഈ നിമിഷം വരെ പറഞ്ഞിട്ടുണ്ടോ? ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ കൃത്യമായിട്ടുള്ള ഞങ്ങളെ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചു. ഞങ്ങളെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. ആ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്നവരെ മാത്രമല്ലേ UDFൽ സ്വീകരിക്കാൻ സാധിക്കുള്ളൂ. ആ സ്ഥാനാർത്ഥിയെ പരസ്യമായി അധിക്ഷേപിക്കുന്ന ഒരാളെ എങ്ങനെയാണ് UDFലേക്ക് സ്വീകരിക്കാൻ സാധിക്കുക? അപ്പൊ സ്വാഭാവികമാണ്, തെരഞ്ഞെടുപ്പാണ്. വിവിധ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് പല ആളുകളും കണ്ടിട്ടുണ്ടാവും. അതൊക്കെ സ്വാഭാവികമാണ്, തെരഞ്ഞെടുപ്പിൽ നടക്കുന്ന സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ അതിനപ്പുറം UDF എന്ന് പറയുന്ന മുന്നണിയുടെ ഐക്യത്തോടെയുള്ള ഒരു തീരുമാനമുണ്ട്. ആ തീരുമാനം എന്ന് പറയുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സ്ഥാനാർത്ഥി വന്നിട്ടുണ്ട്. ആ സ്ഥാനാർത്ഥിയെ അധിക്ഷേപിക്കുന്ന ഒരാളെ, ആ സ്ഥാനാർത്ഥിയെ തള്ളിപ്പറയുന്ന ഒരാളെ സ്വീകരിക്കുക എന്നുള്ളത് ഏതൊരു മുന്നണിക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ശരി, അത് മാത്രമേ ആ കാര്യത്തിൽ പറയാൻ. ശരി ശ്രീ സന്ദീപ് വാര്യർ, അല്ല, ഈ അൻവറിന് സ്പേസ് ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിച്ചതും കോൺഗ്രസിനകത്തുള്ള ചില നേതാക്കളാണ്. സ്പേസ് വേണ്ട എന്ന് തീരുമാനിച്ചതും UDFനകത്തുള്ള നേതാക്കളാണ്. അതാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. അതിന് രമേശ് ചെന്നിത്തല മുൻപ് പറഞ്ഞ കാര്യങ്ങൾ, കെ സുധാകരന്റെ പ്രതികരണം, ഇതൊക്കെ നമ്മുടെ ഓൺ റെക്കോർഡിലുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ അത് ഏതെങ്കിലും തരത്തിൽ പ്രശ്നം ആക്കുന്നുണ്ടോ എന്ന്.